അർജുൻ കല്യാടിലേക്ക് കൂടി. അർജുൻ കല്യാട് എപ്പോഴും സ്വർണം പൊട്ടിക്കൽ കേസ് ചെന്ന് എത്തുന്നത് കണ്ണൂരിലാണ്. കണ്ണൂരിലെത്തുമ്പോൾ അത് CPM-ലേക്കും എത്തുന്നു. കഴിഞ്ഞ ദിവസം CPM-ലെ ഒരു പ്രാദേശിക നേതാവ് കേസിൽ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് പിടിയിലാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പാർട്ടി പ്രതിരോധത്തിലാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അർജുൻ നായങ്കി പലതവണ പിടിക്കപ്പെടുന്നു, പിന്നീട് ജാമ്യത്തിലിറങ്ങുന്നു, ഇപ്പോൾ വീണ്ടും കസ്റ്റഡിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ ഘട്ടത്തിലും പാർട്ടിയുടെ നാവായിക്കൊണ്ട് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രതികരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അർജുൻ നായങ്കി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താണ് അറിയാനാകുന്നത്? പാർട്ടി കേന്ദ്രങ്ങൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അർജുൻ, തീർച്ചയായിട്ടും അർജുനാങ്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ആദ്യത്തെ ഒരു വിവാദമല്ല, അല്ലെങ്കിൽ ആദ്യത്തെ സ്വർണം പൊട്ടിക്കൽ സംഭവമല്ല ഇവിടെ നടക്കുന്നത്. നേരത്തെ തന്നെ CPIM-ന്റെ ഒരു ചുവന്ന റിബൺ തലയിൽ കെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ CPIM-ന്റെ ഒരു പ്രചാരകനാണ് താൻ എന്നുള്ള ഒരു മുഖംമൂടി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ അർജുനാങ്കി നടത്തിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ, വിലയിരുത്താൻ. എന്തായാലും ഈ സംഭവത്തിലും കൃത്യമായ രീതിയിൽ ആദ്യഘട്ടം മുതൽ തന്നെ കണ്ണൂരിലെ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ സംശയമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി ഈ കരിപ്പൂരിൽ നിന്നും 13 പേരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് 9 പേരും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരാണ്. അതിൽ ഒരാൾ CPIM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. 2 പേർ CPM-ന്റെയും DYFI-യുടെയും പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ്. അങ്ങനെ CPM-ന്റെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഈ സ്വർണം പൊട്ടിക്കൽ സംഭവങ്ങളിലേക്ക് വീണ്ടും എത്തുന്നു, അല്ലെങ്കിൽ വീണ്ടും ഇത്തരം സംഘങ്ങൾ സജീവമാകുന്നുവെന്ന് അന്ന് തന്നെ പല ഘട്ടത്തിലും പല വിമർശനങ്ങളായും പല വാർത്തകളായും ഒക്കെ ഉയർന്നു വന്നതാണ്. ഏറ്റവും പ്രധാനമായി ഈ അർജുനാങ്കി ഉൾപ്പെടെയുള്ള സംഘങ്ങൾ എങ്ങനെയാണ് പാർട്ടിയെ മറയാക്കി ഉപയോഗിക്കുന്നതെന്നാണ്. അതായത് പാർട്ടിക്ക് വേണ്ടി തങ്ങളാണ് പ്രചാരണം നടത്തുന്നത്. അർജുനാങ്കി നേരത്തെ CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അവരുടെ സാമൂഹ്യ മാധ്യമ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടുള്ള ചില ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചിരുന്നു. അന്ന് അർജുനാങ്കി കേവലമായിട്ടുള്ള ഒരു പാർട്ടി അംഗമോ അല്ലെങ്കിൽ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സൈബർ ഇടത്ത് തങ്ങളാണ് CPM-ന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിക്കുന്നത്, തങ്ങളാണ് CPM-ന്റെ സൈബർ ഇടം നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് CPM-ന്റെ പല പ്രവർത്തകരെയും ഇത്തരത്തിൽ സ്വർണം പൊട്ടിക്കലിലും സ്വർണ്ണക്കടത്തിലും കൊട്ടേഷൻ ഇടപാടുകളിലും ലഹരിക്കടത്തിലും ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവരുടെ ഒരു സംഘം ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുകയും ആ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയുടെ ഒരു പിൻബലമുണ്ട് തങ്ങൾക്ക് എന്നുള്ള ഒരു പ്രതീതി പോലീസിലും മറ്റുള്ള ഉന്നത അധികാരികളിലുമൊക്കെ അത്തരം ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരം നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് ഇവരുടെ സാധാരണ രീതിയിലുള്ള ഒരു രീതി എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഇവരെ തള്ളിപ്പറയാൻ വേണ്ടി CPM-ന് കഴിഞ്ഞിരുന്നില്ല. കാരണം ഇവർ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ പ്രചരണത്തിന് വേണ്ടി CPM തന്നെ നിയോഗിച്ചിട്ടുള്ള സംഘങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഇവരെ ആദ്യഘട്ടത്തിൽ തള്ളിപ്പറയാൻ വേണ്ടി കഴിഞ്ഞില്ല. പക്ഷേ പിന്നീട് ഇവരുടെ തലവേദന വലിയ ഒരു ബുദ്ധിമുട്ടായി CPM-ന് മാറിയ ഘട്ടത്തിലാണ് ഇവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് CPM തന്നെ നിലപാടെടുത്തത്. നമുക്കറിയാവുന്നതാണ്, CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന DYFI-യുടെ ജില്ലാ പ്രസിഡന്റ് മനു തോമസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ തന്നെ അവരെ പ്രസംഗിക്കുന്ന സമയത്ത് ഈ ലഹരി കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾക്ക് നേരെ ഒരു പ്രതിഷേധവുമായി DYFI ഒരു മാർച്ച് നടത്തുമ്പോൾ അവിടെ പ്രസംഗിക്കുന്ന DYFI-യുടെ അന്നത്തെ ജില്ലാ പ്രസിഡന്റായിരുന്ന മനു തോമസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ പര്യാപ്തമായ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ശക്തിയായി അല്ലെങ്കിൽ ഒരു പവറായി ഈ സംഘം മാറിയിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ അവിടെയാണ് CPM ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. കഴിഞ്ഞ ഒരു 6-7 മാസങ്ങൾക്ക് മുൻപ് തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ജയരാജൻ ഉൾപ്പെടെ വാർത്താ സമ്മേളനം നടത്തി ഇന്ന ആളുകളുമായി CPM-ന് ഒരു ബന്ധവുമില്ല, അങ്ങനെയുള്ള ആളുകളെല്ലാം പാർട്ടി പുറത്താക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം പാർട്ടി വിച്ഛേദിച്ചിരിക്കുന്നു എന്ന നിലപാട് സ്വീകരിച്ചാണ്. പക്ഷേ വീണ്ടും ഈ സംഘങ്ങളെല്ലാം മടങ്ങി വരുന്നുവെന്നാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ആ തരത്തിൽ കഴിഞ്ഞ ദിവസം പിലാത്തറയിൽ നടന്നിട്ടുള്ള സംഭവം ഇപ്പോഴും ഒരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. അതിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ശരി അർജുൻ കല്യാട്, ഏതായാലും സ്വർണം പൊട്ടിക്കൽ കേസ് അതിന്റെ പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ടെസ്റ്റിന്റെ വിശദാംശങ്ങളാണ് മുബഷീർ P. അക്ബറും അർജുൻ കല്യാടും നൽകിയത്.